അപ്പൊ എങ്ങനെ വേദനക്ക് സമാധാനം ഉണ്ടോ? ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം വേദനയ്ക്ക് ഒരു ഇത്തിരി കുറവുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും മേടിക്കണോ? ചായ എന്തെങ്കിലും? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ എക്സ്റേ എടുത്തൊന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് പറഞ്ഞു വിടും. അല്ല അല്ലെങ്കിലും ആശുപത്രിയിൽ വന്ന അങ്ങനെ തന്നെയാണ്. അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറയും. അത് പേടിപ്പിക്കലാണ്. കിട്ടിയോ? ഡോക്ടറെ കാണിക്കും. എന്താ കാണിച്ചാൽ ഇജ്ജും കൂടി പോയിക്കോ. എന്താ പറയണെന്ന് കേക്കണ്ടേ? എന്തിന് നമ്മ പോണ്ട പോണ്ട ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് അടിച്ചാലോ പോണ വഴി? ഡോക്ടർ കിട്ടിയോ? കുഴപ്പമാണല്ലോ മാഷെ. അതായത് ഈ സ്പൈനൽ കോഡിൽ നിന്നൊരു ചെറിയ ഗ്രോത്ത് കാണുന്നുണ്ട്. അത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടേ കോഡ് നട്ടലിൻ്റെ ഒരു ഈ എല്ലിൻ്റെ അവിടെ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അപ്പം അത് എന്താണെന്നുള്ള കാര്യമാണ്. ഇത് റെയർ കേസാണ്. ഇങ്ങനൊരു സംഭവം എന്തായാലും ഞാനൊരു സ്പെഷ്യൽ ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. സീനിയർ ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ട് ചെയ്തിട്ട് ഞാനത് പറയാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക്. അപ്പോൾ 75 വയസ്സായല്ലേ? ഒരു സർജറിയൊക്കെ നമുക്ക് ഈ പ്രായത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും അഡ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് മെഡിസിൻസ് തന്നു വിടാം. അതുകൂടാതെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ചെയ്തിട്ട് വേണം പോവാൻ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരിക. വ്യാഴാഴ്ച പോകുന്നുള്ളൂ. വ്യാഴാഴ്ച ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. കുഴപ്പമില്ല. വ്യാഴാഴ്ച വന്നാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. അമ്മയുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടെ കെയറിങ് ഉണ്ടാവണം. അമ്മയ്ക്ക് ആഗ്രഹങ്ങൾ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കണം. ബന്ധുജനങ്ങളെല്ലാം കാണണമെങ്കിൽ പോയി കാണിക്കുമോ, അല്ലെങ്കിൽ കൊണ്ടുപോയി കാണിക്കുമോ, അല്ല വിളിച്ചു വരുത്തുമോ, എന്താണെന്ന് ചെയ്യണം കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ടമ്മ? കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാല് ഇംഗ്ലീഷ് മരുന്നല്ലേ കഴിച്ചിരിക്കുന്നത്. ഇഞ്ചക്ഷനും കൂടെ എടുത്തപ്പോ ഒരു ആശ്വാസം ഉണ്ട്. അതൊക്കെ മാറുപോയി. അല്ല എന്നാലും എൻ്റെ ഈ ഭാഗത്ത് ഉള്ളിനകത്താണ് എനിക്ക് എന്തോ ഇരിക്കുന്നതാണ്. ഇവിടെ ഈ ഭാഗത്ത് എന്തോ ഇരിക്കുന്നത് പോലെ ഒരു തോന്നൽ. അതാണ് ഒരു പേടി. അത് തോന്നൽ തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല കേട്ടോളേ. മാറും. എനിക്കത് പറ്റുന്നില്ല. അത് കുഴപ്പമില്ല, അതൊക്കെ മാറിക്കോളും. ഞാനേ പുറത്തൊന്ന് പോയിട്ട് വരാം. അല്ല എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ്? എന്താ? എനിക്ക് 2 മക്കളുണ്ട്. ഒന്നിനെ കാണുന്നതുമില്ല. കൂടെ നീ ഒന്നേ ഉള്ളു എൻ്റെ അടുത്ത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. മക്കളെ എല്ലാം തോലും ആയതുപോലെയൊക്കെ എനിക്കങ്ങ് തോന്നുന്നു. മക്കളെ സമയാസമയത്ത് ആഹാരം കഴിക്കണം. അമ്മ തരുന്നത് പോലെ ആരും തരത്തൊന്നുമില്ല. നീ ഇങ്ങനെ കുടിച്ചു പെടുത്ത് നടക്കാതെ സമയത്ത് വന്ന് ആഹാരം കഴിക്കണം. ഉള്ള പൈസ അവൾ കൊണ്ട് കൊടുക്കണം അവളുടെ കയ്യിൽ. തണ്ട അങ്ങോട്ട് തിന്ന് ചക്കപ്പോത്ത് പോലെ ആയിരിക്കുകയാണ്. സമയാസമയത്ത് കോരി ഇട്ടാ അവള് തിന്നുന്നത്. നിനക്ക് അങ്ങനെ തിന്നാൻ പറ്റുമോ? നീ സമയത്ത് ആഹാരം കഴിക്കണേ. വന്നല്ലേ അവള്. പിന്നെ കണ്ടില്ലല്ലോ പറഞ്ഞതാ അമ്മ. എന്താണ് എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ ആശ്വാസം ഉണ്ടെന്ന് തന്നെ പറയാം. അല്ല ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ് മക്കളെ? രഹസ്യം കൂടെ കേക്കണം. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. അമ്മയുടെ അച്ഛൻ പോയില്ലേ? എന്റെ അച്ഛനല്ലടാ, നിന്റെ അച്ഛൻ ചെല്ലപ്പണ്ണനെ എനിക്കൊന്ന് കാണണം. ഏട്ടാ ഒന്ന് പോയി കൂട്ടിയിട്ട് വാ. എത്ര നാളായി? എന്താ ഇപ്പൊ അച്ഛനെ കാണണോ? കണ്ടേ പറ്റും. രസിയ ഒരു വീടുണ്ടായിരുന്നത്. എന്തിനാണ് അങ്ങനെ ആദ്യം പിടിക്കണേ? നിന്റെ വീട്ടിൽ കിടന്ന് എനിക്ക് ചാവാനുള്ള ഒരു. അങ്ങനൊന്നും പറയല്ല അമ്മ. വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ. കാര്യമൊന്നും വേണ്ട.
അമ്മ ഇതാ ചെപ്പോരെ കണ്ടോ? പടമല്ലടാ, എനിക്ക് ജീവനോട് അദ്ദേഹത്തിന് എനിക്കൊന്ന് കാണണം. കൊണ്ടുവന്നേ. എന്റെ അമ്മ, നമ്മളിതാ റസിയുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കണത്. ഇനി ഇവിടേക്ക് അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. നീ വിളിച്ചാൽ തന്നെ അയാൾ വരുവോ? അതെ, ഇവിടെ വന്നോണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചാ മതി. ആ, അമ്മക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് വിളിക്കാട്ടോ. അവനെ പേടിച്ചാ വരാതിരിക്കുന്നത്.